മലയാളി സമാജം അനുപരിസരം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു മ്യൂസിക്കൽ ഡ്രാമ. ഇതാ ആരംഭിക്കും. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞങ്ങൾ ആരംഭിക്കട്ടെ. താജ്മഹൽ. മുഗൾ സാമ്രാജ്യത്തിന്റെ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഇഷ്ടപ്രാണേശ്വരിയായ മുംതാസിന്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ യമുനാ തീരത്ത് നിർമ്മിച്ച അത്ഭുത സൗധം താജ്മഹൽ ജീവിതത്തിൽ വസന്തം വിടർത്തി. മുംതാസ് കടന്നുപോയതോടെ ഷാജഹാൻ ദുഃഖിതനായി. ആ സ്നേഹസമ്പന്നയുടെ ഓർമ്മയ്ക്കായി യുഗങ്ങൾ അതിജീവിച്ചു നിൽക്കുന്ന ഒരു സ്മാരകം നിർമ്മിക്കാനും അതിനുള്ളിലെ കബറിടത്തിൽ തൻ്റെ പ്രിയതമയുടെ ഭൗതിക ശരീരം സംസ്കരിക്കാനും ഷാജഹാൻ തീരുമാനിച്ചു. സൗധത്തിൻ്റെ മാതൃകകൾക്കായി ദേശങ്ങൾ തോറും അദ്ദേഹം വിളംബരം ചെയ്തു. പല പ്രഗത്ഭരും അവരുടെ കൈവിരുതുകൾ കാഴ്ചവെച്ചെങ്കിലും അവരുടെ മാതൃകകൾ എല്ലാം തന്നെ ഷാജഹാനെ തിരസ്കൃതനാക്കി. ഒടുവിൽ പേർഷ്യയിൽ നിന്ന് വന്ന പ്രാകൃതനായ ഒരു ശില്പി അമീർ വാഴപ്പിണ്ടി സവോളയും കൊണ്ട് നിർമ്മിച്ചൊരു മാതൃക ചക്രവർത്തിയുടെ മുന്നിൽ സമർപ്പിച്ചു. തൻ്റെ സങ്കല്പത്തിൽ അവ്യക്തമായി കിടന്നിരുന്നൊരു മാതൃകയെ അതിജീവിക്കുന്നൊരു കലാരൂപം. ഷാജഹാൻ ചക്രവർത്തി ആ സൗധം നിർമ്മിക്കുന്ന ചുമതല അമീർ എന്ന ഈ ശില്പിയെ തന്നെ ഏൽപ്പിച്ചു. 22 വർഷങ്ങൾ ദീർഘിച്ച ഒരു ഭഗീരഥ യജ്ഞമായിരുന്നു അതിൻ്റെ നിർമ്മിതി. മനുഷ്യശക്തിയും പണവും നിർലോഭമായി ഒഴുകി. ഒരടിമയെപ്പോലെ വിശ്രമമില്ലാതെ അമീർ രാപ്പകൽ പണിയെടുത്തു. ആ മഹാസൗധത്തിന്റെ പണി പൂർത്തിയാക്കി താജ്മഹൽ എന്ന് നാമകരണം ചെയ്തു. പക്ഷേ കുടീരത്തിലേക്ക് മുംതാസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേന്ന് രാത്രി രാജിനു ചുറ്റും ശൂന്യത. രാപ്പാടികൾ ചിലച്ചില്ല, മരച്ചില്ലകൾ ചലിച്ചില്ല. യമുനയിലെ കല്ലോളങ്ങൾ പോലും വീർപ്പടക്കി. വിളറി വെളുത്ത ചന്ദ്രക്കല നിശ്ചലമായി നോക്കി നിൽക്കേ.
അസ്സലാമു അലൈക്കും. നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഈ താജ്മഹൽ നീ എത്ര മനോഹരമായി പണിതീർത്തിരിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങൾക്ക് അതീതമായി നീ അതിനെ വാർത്തെടുത്തു. 22 പരം സഹസ്രം പണിക്കാർ, 1000 പരം കരിവീരന്മാർ, 2 നീണ്ട യുഗങ്ങൾ, 561 മുഴം നീളത്തിൽ ഖുർആൻ പാഴ്സി ശില്പവേലയിൽ അള്ളാഹുവിൻ്റെ സുബർക്കത്തിലെ മലക്കുകളെ അതിശയിപ്പിച്ചുകൊണ്ട് യമുനാ നദീതീരത്ത് ഉസ്താദ് അഹമ്മദ് എന്ന അമീർ നീ അതിമനോഹരമായി പണിതീർത്തിരിക്കുന്നു. എൻ്റെ മുംതാസിൻ്റെ ആത്മാവ് അങ്ങ് എവിടെയോ നിന്ന് നിന്നെ പ്രശംസിക്കുന്നുണ്ടാകും. തീർച്ച. പറയൂ അമീർ, എങ്ങനെ നിനക്കത് സാധിച്ചു? ശുക്രൻ ജസീലാർ, ഷാജഹാൻ പാദുഷാ, ഇത് മറ്റൊരാൾക്കായി പടുത്തുയർത്തിയതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് വേണ്ടി മാത്രം പടുത്തുയർത്തിയതായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. അത്ര സൂക്ഷ്മ ശ്രദ്ധയിലൂടെയാണ് ഇതിൻ്റെ ഓരോ മാർബിൾ കല്ലുകളും ഞാൻ ഉടച്ചെടുത്തത്. എൻ്റെ ശരീരവും മനസ്സും മുഴുവനായി ഞാൻ യാഗത്തിന് മാറ്റിവെച്ചു. നാം സംതൃപ്തനായി അമീർ, സംതൃപ്തനായി. പറയൂ, ഈ മനോഹര സൗധം നിർമ്മിച്ച നിനക്ക് നാം എന്താണ് സമ്മാനമായി തരേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളുവിൻ. പാദുഷാ, എനിക്ക് സമ്മാനങ്ങളൊന്നും വേണ്ട. ഈ സൗധം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്. എങ്കിലും നീ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെടൂ. ആ സമ്മാനം നിനക്ക് നൽകാതെ നമ്മുടെ മനസ്സിന് ശാന്തിയില്ല. പറയൂ അമീർ, എന്തു വേണമെങ്കിലും. ഈ ഷാജഹാൻ ചക്രവർത്തിയുടെ വാക്കാണ്. നീ എന്തു തന്നെ ചോദിച്ചാലും നാം നിനക്കത് തരും. ഷാജഹാൻ പാദുഷാ, എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ. നാളെ മോന്താസ് ഭഗത്തിൻ്റെ ഭൗതിക ശരീരം ഇങ്ങോട്ട് മാറ്റുന്നതിന് മുമ്പ് ഈ രാത്രി, ഈ ഒരേ ഒരു രാത്രിയിൽ ഈ മഹൽ എനിക്കായി മാത്രം തരണം. ഈ രാത്രി എനിക്കിവിടെ അന്തി ഉറങ്ങണം. എന്താണ് നീ ചോദിച്ചത്? ഈ ആവശ്യം വളരെ വിചിത്രമായി തോന്നുന്നുവല്ലോ. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം? മറ്റൊന്നുമില്ല ഷാജഹാൻ, വെറും മനസ്സിന്റെ ഒരു ആഗ്രഹം. എങ്കിലും എങ്ങനെ നാം അതിന് സമ്മതിക്കും? മഹാനായ ഷാജഹാൻ ചക്രവർത്തിയുടെ വാക്കുകൾക്ക് മാറ്റം വരുത്തരുത്. എന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുമെന്ന് വാക്ക് തന്നതാണ്. ശരി തന്നെ. ഷാജഹാൻ ഒരിക്കലും വാക്കുമാറില്ല. ഇതാ നിന്റെ ആഗ്രഹം പോലെ ഈ മഹൽ ഈ രാത്രി നിനക്കായി നാം താമസിക്കാൻ തരുന്നു. പക്ഷേ ഈ നിലാവ് മാഞ്ഞ് നാളെ പ്രഭാതകിരണങ്ങൾ പൊട്ടിവിടരുമ്പോഴേക്കും നീ ഇവിടെ നിന്നും മറഞ്ഞു പോയിരിക്കണം. പാദുഷാ, ശുക്രജസീലൻ, അല്ലാഹ്. അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ. നാളെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതെന്ന് എഴുതി ചേർക്കുവാൻ പോകുന്ന താജ്, മോന്താസ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന താജ്, ഈ കൈകളാണ് നിനക്ക് രൂപം നൽകിയത്. എൻ്റെ വിയർപ്പ് തുള്ളികളാണ് ചന്ദ്രൻ പ്രതിഫലിക്കുന്ന നിന്റെ താഴികക്കുടങ്ങൾക്ക് തിളക്കം നൽകിയത്. എൻ്റെ ചുടുനിർശ്വാസങ്ങളാണ് നനവാർന്ന നിന്റെ മാർബിൾ കല്ലുകളെ ഉണക്കിയത്. കൊത്തുളിയും ചുറ്റികയും പിടിച്ച് തളർന്ന ഈ കൈകളിൽ നിന്നും രക്തം വാർന്നൊഴുകിയിട്ടും ഒടുവിൽ എൻ്റെ സ്വപ്നം പൂവണിഞ്ഞു. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന താജ്, നിന്റെ രൂപം, നിന്റെ താഴികക്കുടം, നിന്റെ മിനാരം, മാർബിളിലെ കൈവിരുതിൻ്റെ കവിതകൾ എല്ലാം തലമുറകൾ അതിജീവിച്ച് നിൽക്കും. നിന്നെ രൂപഭംഗിപ്പെടുത്തിയത് പണത്തിനോ പൊന്നിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല. എൻ്റെ റൂബി, എൻ്റെ നസീമ, നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രം. എൻ്റെ ഈ കൈകൾ ശില്പരൂപങ്ങൾ നിർമ്മിച്ചപ്പോൾ നിന്റെ മുഖമായിരുന്നു എൻ്റെ കണ്ണിൽ. മാർബിളിൽ കൊത്തുളികൾ തൊട്ടിയപ്പോൾ നിന്റെ ചിലമ്പിൻ്റെ ശബ്ദമായിരുന്നു എൻ്റെ കാതിൽ. ഈ സൗദത്തിന് ഞാൻ ആധാരഭംഗി നൽകിയപ്പോൾ നിന്റെ രൂപമായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ നസീമ, എൻ്റെ നസീമ, നമ്മുടെ അളവറ്റ സ്നേഹത്തിന് വേണ്ടി ഞാൻ നിർമ്മിച്ച ശബ്ദമാണ് ഈ താജ്മഹൽ. എൻ്റെ നസീമ, എൻ്റെ നസീമ. നസീമ, നസീമ, അല്ലാ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇത് യഥാർത്ഥമാണോ അതോ എന്റെ സ്വപ്നമാണോ? എന്റെ നസീമ, നീ എവിടെയായിരുന്നു? ഇതുവരെ നീ എവിടെയായിരുന്നു നസീമ? നസീമ, നീ ഇത് കണ്ടോ? നമ്മുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ പടുത്തുയർത്തിയതാണ് ഈ സൗധം. നിന്റെ ഓർമ്മയ്ക്കായി ഞാൻ നിർമ്മിച്ചതാണ് ഈ സൗധം. എന്റെ ജീവൻ പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന നിന്റെ അസ്ഥികഷ്ണങ്ങൾ ഞാൻ ഈ താജിനുള്ളിൽ സംസ്കരിച്ചു. നസീമ, വരൂ നസീമ, ഇവിടെയാണ്, ഇവിടെ നസീമ. ഈ മഹൽ നിന്റെ സ്മാരകമായി, നിനക്കായി ഞാൻ തീർത്തതാണ് നസീമ. നസീമ, നസീമ, നീ ഓർക്കുന്നു ഒട്ടകപ്പുറത്തുകൂടി നമ്മൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ആ നാളുകൾ? നിന്റെ നൃത്തം, എൻ്റെ സംഗീതം നാം എത്ര ആസ്വദിച്ചിട്ടുണ്ട് നസീമ. നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പാടാം. എനിക്ക് ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. നിനക്ക് വേണ്ടി ഞാൻ പാടാം.
പാടൂ പാടി പാടൂ ഗായികേ നിശയുടെ കാതല ഹൃദയം നിറയെ അനുരാഗം പാടി പാടൂ ഗായക നിശയുടെ രാഗില ഹൃദയം നിറയെ പ്രിയരാഗം പാടി പാടൂ ഗായികേ ഗായികേ രാധികേ झनक झनक पायल बाजे झनक झनक पायल बाजे पायल बाजे झुम झुम ചെമ്പകപ്പൂമണം ഒഴുകുമീ രാവ് ചന്ദനപ്പൂ നിലാവ് ഉതിരുമീ പനി നീർമഴയിൽ കുളിർ ചൂടി നിൽക്കും പ്രേമാർദ്ര സുന്ദര കവിതേ ഉണരാം ഞാൻ നിന്നിൽ ഉണരാം മൃദുല പദചലന മണിനാദം സിരകളുണരുന്ന രതിനടനം മദഭര യമുനാ തീരം ഇത് മദഭര യമുനാ തീരം പാടി പാടൂ ഗായക ഗായക രാഗേന്ദു പുഷ്പങ്ങൾ വാടിക്കൊഴിഞ്ഞു വിരഹിണി കാളിന്തിയുറങ്ങി മാധവനില്ലാതെ രാധികയില്ലാതെ കരൾ നൊന്തു തേങ്ങി ഒരു പാഴ്മുളം കണ്ട് അന്തരാത്മാവിൻ രോദനം ആരുമറിയാത്ത നൊമ്പരം പരിഭവയമുനാ തീരം ഇത് പരിഭവയമുനാ തീരം പാടി പാടൂ ഗായികേ നിശയുടെ രാഗില ഹൃദയം നിറയെ പ്രിയരാഗം പാടി പാടൂ ഗായികേ ഗായികേ രാധികേ നസീമ നസീമ എന്റെ നസീമ നീ എവിടെ പോയി നസീമ നീ എവിടെ പോയി എന്റെ നസീമ നിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ നിർമ്മിച്ച നിത്യസ്മാരകമാണ് ഈ താജ്മഹൽ നിന്റെ താജ്മഹൽ നസീമ നമ്മുടെ താജ്മഹൽ നസീമ നമ്മുടെ താജ്മഹൽ രാജ്യദ്രോഹി എന്താണ് നീ പറഞ്ഞത്? നിന്റെ താജ്മഹൽ? നീ ആരാ നീ ആരാ ഞാൻ ഷാജഹാൻ.
ഷാജഹാൻ പാദുഷാ, നിങ്ങൾ ഏത് വേഷത്തിൽ വന്നാലും എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയും. കടന്നു പോകൂ. കടന്നു പോകാനോ? ഞാൻ പാദുഷയാണ്, ഈ രാജ്യത്തിന്റെ യജമാനൻ, ജന്മി. പക്ഷേ താജ്മഹൽ ഈ രാത്രി എന്റേതാണ്, എന്റേത് മാത്രം. എനിക്ക് പ്രതിഫലമായി നൽകിയതും ഈ ഷാജഹാൻ പാദുഷയാണ്. അതെ, പക്ഷേ ഒരു ഭ്രാന്തനായ നീ ഈ ഗോപുരം തകർക്കുകയില്ലെന്ന് എന്താണ് ഉറപ്പ്? തകർക്കാനോ? തലമുറകളോട് ശാശ്വതമായി നിൽക്കുവാൻ വേണ്ടി ഞാൻ പടുത്തുയർത്തിയതാണ് എന്റെ നസീമയുടെ നിത്യ സ്മാരകമായി. നിന്റെ നസീമയുടെ സ്മാരകമോ? അതെ പാദുഷ, മോന്താസ് അങ്ങയുടെ ഇഷ്ടപ്രാണേശ്വരിയായിരുന്നു. നസീമ എന്റെയും. അങ്ങയുടെ ഇഷ്ടപ്രാണേശ്വരിക്ക് സ്മാരകം പടുത്തുവാൻ അങ്ങയുടെ പണമുണ്ടായിരുന്നു. പക്ഷേ എന്റെ നസീമയ്ക്ക് ഒരു വികൽക്കല്ല് പോലും വാങ്ങുവാൻ കഴിയാതെ പോയ നിർഭാഗ്യവനാണ് ഞാൻ. മനസ്സിൽ മുഴുവൻ നസീമയുടെ പുഞ്ചിരിയാണ്, ആ സ്നേഹമാണ് ഞാൻ തീർത്ത ഈ താജ്. കഴിഞ്ഞ 24 വർഷങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ കൊണ്ടു നടന്നിരുന്ന എൻ്റെ നസീമയുടെ അസ്ഥികൾ ഇതിൽ പ്രതിഷ്ഠിക്കാനാണ് രാജിന്റെ ഉടമസ്ഥാവകാശം ഈ രാത്രിക്ക് ഞാൻ നേടിയത്. നിർത്തു! ഈ സൗധത്തിൽ മറ്റൊരു സ്ത്രീയുടെ അസ്ഥിശകലങ്ങളോ? ഇല്ല, ഇല്ല. നാളെ ലോകമിതറിഞ്ഞാൽ എന്നെ പരിഹസിക്കും. ഷാജഹാൻ മുംതാസിനു വേണ്ടി പടുത്തുയർത്തിയതാ താജ്മഹൽ നാളെ മറ്റൊരാളുടെ പേര് അറിയപ്പെടും. ഇല്ല, നാം അതിനനുവദിക്കുകയില്ല. അഫ്രൻ പാദുഷ, അങ്ങയുടെ മനസ്സാക്ഷിയെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു. ആ ചന്ദ്രക്കല മാത്രമേ സാക്ഷിയുള്ളൂ. നാളെ മുതൽ താജ്മഹൽ മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ നിർമ്മിച്ചെന്ന് മാത്രമേ അറിയൂ. അമർ, അമർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അമർ, ദയവായി അമർ. ഷാജഹാൻ, സൗന്ദര്യത്തിന്റെ ഉള്ളിലെ വഞ്ചനയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ലോകമറിയപ്പെടാൻ പോകുന്ന രാജിന്റെ കഥ ഇവിടെ തുടങ്ങട്ടെ. എന്റെ പേരിൽ അറിയപ്പെടാതെ പോയ താജ്മഹൽ. ഷാജഹാൻ, അതാ അതാ നോക്കൂ, എന്റെ നസീമ. അവളെ കണ്ടു, അവൾ എന്നെ നോക്കി ചിരിക്കുന്നു, അവൾ എന്നെ നോക്കി ചിരിക്കുന്നു.
മഹാനായ കലാകാര, നിന്റെ സന്നിധിയിൽ ഷാജഹാൻ പാദുഷിയുടെ ചെങ്കോലും കിരീടവും നിഷ്പ്രഭമാണ്. അമർത്യനായ അമർ, നിന്റെ അതുല്യമായ കഴിവുകളുടെ മുമ്പിൽ ഞാൻ ശിരസ്സു കുനിക്കുന്നു. ആ സായാഹ്നത്തിൻ്റെ അന്ത്യം മുതൽ അമീറും നസീമയും തങ്ങളുടെ പേരിൽ അറിയപ്പെടാതെ പോയ ആ താജിനുള്ളിൽ ഇന്നും ജീവിക്കുന്നു. എൻ പ്രിയനേ, എൻ പ്രിയനേ, എൻ പ്രിയനേ, നിന്നകരം എന്നിൽ ചുംബനം ചൊരിയൂ. പകരൂ നീ നിൻ പ്രണയം നറുവീഞ്ഞിലും മധുരം. സുരഭിലം നിന്നഭിഷേകത്തെ